നമസ്കാരം. ഞാൻ ഡോക്ടർ ആര്യ, ഫിസിഷ്യൻ ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ, കണ്ണൂർ ആയുർവേദ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തെർലക്കട്ട, മാംഗ്ലൂർ. ഇന്ന് ഓഗസ്റ്റ് 1. അമ്മിഞ്ഞപ്പാൽ അമൃതാണ്. ഓഗസ്റ്റിലെ ആദ്യ ആഴ്ച ലോകമെമ്പാടും മുലപ്പാൽ വാരമായിട്ട് ആചരിക്കുകയാണ്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാനസിക ഐക്യത്തിനും ദൃഢതയ്ക്കും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് മുലയൂട്ടൽ എന്നത്. ജനിച്ചു കഴിഞ്ഞ് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിനെ മുലയൂട്ടേണ്ടതുണ്ട്. അത് അമ്മയുടെ ഗർഭപാത്രം ചുരുങ്ങുന്നതിനും കുഞ്ഞിൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയാതിരിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ്. കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് 2 സൈഡിലെയും പാൽ ഒരുപോലെ കൊടുക്കുക. അതായത് ഒരു സൈഡിൽ കൊടുത്തത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത സൈഡിൽ കൊടുക്കുക. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ചുരത്തുന്നത് 4 മിൽക്കും പിന്നീട് ചുരത്തുന്നത് ഹൈ മിൽക്കുമാണ്. ഈ 4 മിൽക്കിൽ കൂടുതലായിട്ടുള്ളത് ജലാംശമാണ്. അത് കുഞ്ഞിന് മൂത്രം ഒഴിക്കുന്നതിനൊക്കെ സഹായിക്കും. പക്ഷേ ഹൈ മിൽക്കിലാണ് കൂടുതലായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത്. അത് കഴിച്ചാൽ മാത്രമേ കുഞ്ഞിൻ്റെ വിശപ്പ് മാറുകയും കുഞ്ഞിനെ കൃത്യമായി തൂക്കം വയ്ക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഒരു സൈഡിൽ മുഴുവനായിട്ട് കൊടുത്ത് തീർത്തതിന് ശേഷം മാത്രം അടുത്ത സൈഡിൽ കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കുഞ്ഞ് ഉറങ്ങി പോവുകയാണെങ്കിൽ ആ പാൽ എക്സ്ട്രീറ്റ് ചെയ്തെടുത്ത് കുഞ്ഞിനെ വായിൽ വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തൂക്കം കുറയുന്നതിന് അത് കാരണമാകും. ആദ്യം ചുരത്തുന്ന പാല്, ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഫസ്റ്റ് വരുന്ന പാല് എന്ന് പറയുന്നത് ഒരു മഞ്ഞ നിറത്തിലുള്ള ദ്രാവകമാണ്. അതിനെ കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത്. അതിൽ ഒരുപാട് വിറ്റാമിനുകളും കൊഴുപ്പും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. കുഞ്ഞിൻ്റെ ആദ്യ വാക്സിൻ എന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് കൊളസ്ട്രോൾ. കുഞ്ഞിൻ്റെ ബുദ്ധി വികാസത്തിന് ഏറെ പങ്കുവഹിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ. അത് തീർച്ചയായും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഒരു 6 മാസം മുലപ്പാൽ മാത്രം കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 2 വർഷത്തോളം നമുക്ക് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാവുന്നതാണ്. അങ്ങനെ 2 വർഷത്തോളം മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളുടെ IQ ലെവലൊക്കെ വളരെയധികം കൂടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല അമ്മയുടെ ആരോഗ്യത്തിനും മുലയൂട്ടൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രസവാനന്തരമുള്ള രക്തസ്രാവം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉടനടിയുള്ള ഗർഭധാരണം തടയുന്നതിന് വേണ്ടിയിട്ടും അമ്മയുടെ സ്തനാർബുദം, അണ്ഡാശയാർബുദം അതുപോലുള്ള അസുഖങ്ങൾ വരാതെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രസവാനന്തരമുള്ള അമിതവണ്ണം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ മുലപ്പാൽ അല്ലെങ്കിൽ മുലയൂട്ടുന്നത് വളരെയധികം സഹായകമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനുള്ളൊരു മാനസിക സമ്മർദ്ദമൊന്നും കൊടുക്കാതെ കൃത്യമായിട്ടുള്ളൊരു മാനസിക ആരോഗ്യം അമ്മയ്ക്കും കുഞ്ഞിനും പ്രദാനം ചെയ്യാൻ കൂടെയുള്ളവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരു മുലയൂട്ടൽ വാരദിനം വരാചരണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.